ഇനി മറ്റു വാർത്തയിലേക്ക് പോയാൽ അമിത വേഗതയിൽ വീണ്ടും അപകടമുണ്ടാക്കി കല്ലട ബസ്. കർണാടകയിലെ ഗുണ്ടൽപെട്ടിൽ വെച്ചാണ് മലയാളിയുടെ പിക്കപ്പ് വാഹനം കല്ലട ബസ് ഇടിച്ചു തെറിപ്പിച്ചത്. ഗുണ്ടൽപെട്ട് ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടിരുന്ന കൊച്ചിയിലെ ആൽഫ ഒമേഗ സ്ഥാപനത്തിന്റെ വാഹനത്തിലേക്കാണ് ബസ് ഇടിച്ചു കയറിയത്. അപകടത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ 2 മലയാളികൾക്ക് പരിക്കേറ്റു. നവമി ദിനേശ് ചേരുന്ന വിവരങ്ങളുമായി. നവമി, കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ മാടവനയിൽ കല്ലട ബസിന്റെ അമിത വേഗമാണ് അപകട കാരണമെന്ന് വ്യക്തമാക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല, മുൻപും കല്ലട ബസ് ഇത്തരത്തിൽ പലപ്പോഴും അപകടങ്ങൾ സൃഷ്ടിച്ച് നമുക്കറിയാം. പക്ഷേ അപകടങ്ങളാണ് എന്നിരിക്കെ തന്നെ ഈ അമിത വേഗം എന്നുള്ളതാണ് പ്രശ്നം. അത് തുടരുന്നൊരു സാഹചര്യം ആ ബസ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അതിൽ നിയന്ത്രണം കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ട്. ഈ അപകടത്തിന്റെ വിശദാംശങ്ങൾ ആദ്യം. ഈ കല്ലട ബസ് ഉണ്ടാക്കുന്ന അപകടം ഇത് ആദ്യത്തെ വാർത്തയല്ല. ഇതിനു മുൻപ് നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കല്ലട ബസിന്റെ അമിത വേഗത അല്ലെങ്കിൽ അതിലെ ജീവനക്കാരുടെ മോശം പെരുമാറ്റത്തിലൊക്കെ യാത്രക്കാർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. കഴിഞ്ഞ ദിവസം മാടവനയിൽ നമ്മൾ കണ്ട അപകടം, അതിൽ ഒരു യുവാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. അതിന്റെ കുടുംബത്തിന് ഒരു അത്താണിയാണ് ഇല്ലാതായത്. അത്ര ലാഘവത്തോടെയാണ് കല്ലട ബസ്സിലെ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ആ ഉടമസ്ഥർ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു നിയന്ത്രണം, അതായത് മനുഷ്യ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ് കല്ലട ബസ് ഉടമകളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കല്ലട ബസ് ഡ്രൈവേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വീണ്ടും ഇത്തരത്തിലൊരു മരണപ്പാച്ചിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കൊച്ചിയിലെ തന്നെ ഒരു സ്ഥാപനമുണ്ട്, ഒമേഗ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്, ആൽഫ ഒമേഗ. ഈ സ്ഥാപനത്തിലെ സാധനങ്ങളുമായി മൈസൂരിലേക്ക് പോവുകയായിരുന്നു ഇവരുടെ ജീവനക്കാർ. ഒരു പിക്കപ്പ് വാഹനത്തിലായിരുന്നു പോയത്. ഇവർ യാത്ര പുറപ്പെട്ടത് 24-ാം തീയതി വൈകുന്നേരമാണ്. കൊച്ചിയിൽ നിന്ന് മൈസൂരിലേക്ക് പോയി അവിടെ നിന്ന് സാധനങ്ങൾ അവിടെ സ്ഥാപനത്തിലേക്ക് എത്തിച്ചതിനു ശേഷം ഈ പിക്കപ്പ് വാഹനം തിരിച്ചു വരുന്ന സമയത്തായിരുന്നു ഗുണ്ടൽപെട്ട് ചെക്ക് പോസ്റ്റിൽ ചെക്കിങ്ങിനായി വാഹനം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഈ പിക്കപ്പ്. ഈ സമയത്താണ് കല്ലട ബസ്, അമിത വേഗതയിലെത്തിയ കല്ലട ബസ് ഈ നിർത്തിയിട്ട പിക്കപ്പ് വാഹനത്തിലേക്ക് ഇടിച്ചു കയറുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അതിലെ ഡ്രൈവറും ഒപ്പം 2 പേര്, മൊത്തം ആ പിക്കപ്പ് വാഹനത്തിൽ 3 പേരുണ്ടായിരുന്നു ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ. അതിൽ ഡ്രൈവറിനും ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾക്കും ഗുരുതരമായി പരിക്കേറ്റു. കൊല്ലം സ്വദേശിയായ ഷാരോൺ രാജിൽ ഒപ്പം തൃശൂർ സ്വദേശികളായ ഷാനും അനൂപ്, ഇവര് 3 പേരുമായിരുന്നു ആ പിക്കപ്പ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇത് ഷാരോണിന്റെ തോളെല്ല് പൊട്ടിയ നിലയിലാണ്, ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്, ഫാത്തിമ മാത ആശുപത്രിയിലാണ്. മറ്റ് ഒരാൾക്ക് ഷാനും ഗുരുതരമായി പരിക്കേറ്റു. അനൂപിന് നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ തലനാരിഴയ്ക്കാണ് ഈ 3 യുവാക്കളും രക്ഷപ്പെട്ടത്. ഉടൻ തന്നെ ഇത് ഗുണ്ടൽപേട്ട് പോലീസിൽ കേസെടുക്കുകയും ചെയ്തു. പക്ഷേ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ കല്ലട ബസ്സിന് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ഡ്രൈവേഴ്സ്, അതായത് കല്ലട ബസിന്റെ ഡ്രൈവർമാരും പോലീസിനോട് പറയുന്നത് കൃത്യമായി ബ്രേക്ക് ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു പറ്റിയ അപകടമായിരുന്നു എന്ന്. പക്ഷേ സ്റ്റേഷൻ ജാമ്യത്തിൽ ഈ ഡ്രൈവേഴ്സിനെ വിട്ടയക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഈ സ്ഥാപനത്തിന്റെ ഉടമ വീണ്ടും കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് നിസ്സാര വകുപ്പുകൾ ചുമത്തി ഇവരെ തങ്ങളുടെ ജീവനക്കാർക്ക് വലിയ രീതിയിൽ അപകടമുണ്ടാക്കി ഈ കല്ലട ബസിനെതിരെ ഗുരുതരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം, കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. തമിഴ്നാട് പോലീസ് കേസ് എടുത്തില്ല, അതായത് കേസ് ശക്തമാക്കിയില്ലെങ്കിൽ കൊച്ചിയിലെത്തി എറണാകുളത്താണ് ഈ സ്ഥാപനം വർക്ക് ചെയ്യുന്നത്, എറണാകുളത്തും കേസ് കൊടുക്കാൻ കേരള പോലീസിനെയും സമീപിക്കാൻ തന്നെയാണ് ഈ സ്ഥാപന ഉടമയും തീരുമാനിച്ചിരിക്കുന്നത്. അത്രയും ഗുരുതരമായിട്ടുള്ളൊരു സംഭവമാണ്. തലനാരിഴയ്ക്കാണ് ഈ 3 യുവാക്കളുടെയും ജീവൻ രക്ഷപ്പെട്ടത്. എങ്കിൽ പോലും പോലീസ് ഒരു ലാഘവത്തോടെ മാത്രമേ ഈ കേസ് എടുത്തിട്ടുള്ളൂ എന്നൊരു ആരോപണം കൂടി ഈ സ്ഥാപനത്തിന്റെ ഉടമ. നമുക്ക് അപകടത്തെ തുടർന്നുള്ള ഒരു പ്രതികരണം ലഭ്യമാണ്. ആ പ്രതികരണത്തിലേക്ക് പോയ ശേഷം നവമിയിലേക്ക് മടങ്ങിയത്. 23/6/2024 ഈ മൈസൂർ ബ്രാഞ്ചിലേക്ക് പോയ വാഹനം അവിടെ ഞങ്ങളുടെ മെറ്റീരിയലുകൾ ഇറക്കിയ ശേഷം അവിടുന്ന് ഗുണ്ടൽപേട്ട് വഴി തിരിച്ചു വരുന്ന സമയത്ത് ഗുണ്ടൽപേട്ട് ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടിരുന്ന ഞങ്ങളുടെ വാഹനത്തിലേക്ക് വളരെ റാഷായിട്ട് ഓടിച്ചു വന്ന കല്ലട ബസ്, കേരളത്തിൽ നിന്ന് വരികയായിരുന്ന കർണാടകയിലേക്ക് വന്നുകൊണ്ടിരുന്ന കല്ലട ബസ് വന്ന് ശക്തമായി ഇടിക്കുകയും തലനാരിഴയ്ക്കാണ് ആക്ച്വലി ഞങ്ങളുടെ 2 സ്റ്റാഫ്
രക്ഷപ്പെട്ടത്. ഒരാളിപ്പോൾ ആശുപത്രിയിലാണ്. അദ്ദേഹത്തിന്റെ തോളിലൊക്കെ പൊട്ടലുണ്ട്. അദ്ദേഹം ഇപ്പോൾ കൽപ്പറ്റയിൽ ഫാത്തിമാത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. വേറൊരാൾക്ക് നിസ്സാര പരിക്കുകളേ ഉള്ളൂ. പക്ഷേ വാഹനം ശക്തമായി ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ആക്ച്വലി ശക്തമായിട്ട് ഞങ്ങൾ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കാരണം ഇതുപോലെ ഇനി അവരുടെ അശ്രദ്ധമായ ഓട്ടം, ഡ്രൈവേഴ്സിനെ അശ്രദ്ധമായ ഡ്രൈവിംഗ് ഇത് നിർത്തിവെക്കണം. അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ തന്നെ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അത് ശ്രമിക്കണം. നാം ഇപ്പോൾ ആ പ്രതികരണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ തുടർച്ചയായിട്ട് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നു, അത് ഇനി അപകടം ഉണ്ടാക്കാതിരിക്കാനുള്ള ശ്രമം ഉണ്ടാകണം എന്നുള്ളതാണ് ആ ആൽഫ ഒമേഗ കമ്പനിയുടെ വക്താവ് പറയുന്നത്. എന്നാലും ആ പ്രതിനിധിയുടെ വാക്ക് അങ്ങനെയാണ്. നാം നേരത്തെ സൂചിപ്പിച്ചു ഈ ഡ്രൈവേഴ്സ് പറയുന്ന ഒരു കാര്യം, ബ്രേക്ക് കാര്യമായില്ലെന്ന്. അപ്പം അങ്ങനെ ഒരു ഫിറ്റ്നസ് ഇല്ലാത്ത ബസ്സുകളാണോ കല്ലട ഇങ്ങനെ ദീർഘദൂര സർവീസുകൾക്കൊക്കെ? അതിൽ ഏറ്റവും കൂടുതൽ ഈ ബംഗളൂരു, കൊച്ചി, തിരുവനന്തപുരം അല്ലെങ്കിൽ അങ്ങനെ ദൂര സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകളാണ് അതിലേറെയും. അത് തീർച്ചയായും എൽദോ, ഈ ബ്രേക്ക് ഇല്ല എന്നൊരു വാദം ഇവർ ഉന്നയിക്കുമ്പോൾ അത് പോലീസ് എത്ര ലാഘവത്തോടെയാണ് എടുക്കുന്നത്. ആ ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നെങ്കിൽ, ആ വാഹനം അമിത വേഗതയിലെത്തി വലിയൊരു അപകടം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള എന്തെങ്കിലും മാനഹാനി സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ന്യായീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക? ഇത്തരത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം ആ സമയത്ത് ഒരു പോലീസ് അന്വേഷണം അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക, അന്വേഷണ കമ്മീഷനിൽ അപ്പുറത്തേക്ക് സാധാരണക്കാരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത്. ഈ കല്ലട ബസ് ഉണ്ടാക്കുന്ന അപകടം നമുക്കറിയാം. ഇതിനു മുൻപും പലതവണ കല്ലട ബസിന്റെ അമിത വേഗത കാരണം ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട്. അല്ലെങ്കിൽ അതിലെ യാത്രക്കാരോട് മോശമായി പെരുമാറിയതിൽ അവരുടെ ഒരു ബുദ്ധിമുട്ട് പലതവണ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നതാണ്. പക്ഷെ ഒരു ശക്തമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കുവാൻ പോലീസ് ഇപ്പോഴും തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഗതാഗത മന്ത്രി ആയിക്കോട്ടെ, ഇന്നലെ മാടവനയിലെ സംഭവത്തിൽ ഈ കല്ലട ബസ്സിനെതിരെ നടപടിയെടുക്കാൻ സ്വീകരിച്ചിട്ടുണ്ട്. അതിലെ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ എന്നതിൽ അപ്പുറത്തേക്ക് ഇത് എങ്ങനെ വരാതിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ എങ്ങനെ ആവർത്തിക്കാതിരിക്കാം എന്നതിലൊരു പോൺ വഴി കണ്ടെത്താൻ ഇതുവരേക്കും ആരും ശ്രമിക്കുന്നില്ല. ഈ തമിഴ്നാട്ടിലേക്ക് പോയി അവിടെയാണ് മലയാളികളായ യുവാക്കളെയാണ് അവിടെയും അപകടം ഉണ്ടാക്കുന്നത്. ഈ കല്ലട ബസ് മറ്റ് ഈ യാത്രക്കാരുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബസ്സിൽ മറ്റ് യാത്രക്കാരുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഏത് വിധത്തിലൊരു അപകടമായിരിക്കും ഈ ബസ്സിന്റെ അമിത വേഗത കാരണം ഉണ്ടാകുക? ഒരു ബ്രേക്ക് ഇല്ലാത്ത വാഹനമാണോ നിരത്തിലിറക്കുന്നതും? അതും ഇത്രയും ദീർഘദൂര യാത്ര ചെയ്യുന്നത്, അമിത വേഗതയിലൊക്കെ പോകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? പക്ഷെ പോലീസോ അല്ലെങ്കിൽ ഭരണകൂടങ്ങളോ ഇതിൽ ശക്തമായിട്ടൊരു തീരുമാനം എടുക്കുന്നില്ല. ഇനിങ്ങനെ പോയി കഴിഞ്ഞാൽ കല്ലട ബസ് കാരണം നിരവധി ജീവനുകൾ നമ്മുടെ നിരത്തിൽ പൊലിയേണ്ട ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് എത്രയും വേഗം കല്ലട ബസ് എന്നല്ല, ഏത് സ്വകാര്യ ബസ് ആയിക്കോട്ടെ, ഇത്തരത്തിൽ ദീർഘദൂര സർവീസുകൾ ഓടുന്ന വാഹനങ്ങളായിക്കോട്ടെ, ഇവർക്കെതിരെ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കണം. ഇനിയെങ്കിലും ഭരണകൂടം ഇതിലൊരു കർശന നിർദ്ദേശം നടപ്പാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഗതാഗത മന്ത്രിയടക്കം ഇന്നലെ മാടവന വിഷയത്തിൽ ഇടപെട്ടതാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആൽഫ ഒമേഗ സ്ഥാപനത്തിലെ നമ്മൾ നേരത്തെ സംസാരിച്ച സ്ഥാപനത്തിന്റെ ഉടമ ജോസ് പറഞ്ഞത്, അദ്ദേഹം ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തങ്ങളുടെ ഈ അപകടം പറ്റിയ യുവാക്കൾക്ക് നഷ്ടപരിഹാരം പോലും നൽകാൻ ഈ കല്ലട ബസ് ഉടമസ്ഥർ തയ്യാറായിട്ടില്ല. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സാധാരണ ജീവനക്കാരാണ്, ഡ്രൈവേഴ്സാണ്. അവർക്ക് വേണ്ട ചികിത്സയ്ക്ക് പോയിട്ടുള്ള സഹായം പോലും ചെയ്യാൻ ഈ കല്ലട ബസിന്റെ അധികൃതർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് കേരളത്തിലെത്തി ഇനിയും തമിഴ്നാട് പോലീസിന്റെ ഇത്തരത്തിലുള്ളൊരു പെരുമാറ്റമാണെങ്കിൽ കേരളത്തിലെത്തി കേരള പോലീസിനും പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരും തീരുമാനിച്ചിരിക്കുന്നത്. റൈറ്റ്, നവമി ദിനേശാണ് നൽകിയത് വിവരങ്ങൾ. എന്നാണല്ലോ മറ്റൊരു അപകടം കൂടി ഉണ്ടാക്കിയിരിക്കുന്നു കല്ലട ബസ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം.